എസ് കെ ലീഗ് ഒരു കൈൻഡ് ഓഫ് കേഡർ പാർട്ടി പോലെയാണല്ലോ. അപ്പൊ പി കെ ബഷീർ ഒരുപാട് കടുപ്പിച്ചാലും കടുപ്പിക്കൽ വലിയ കഥ ഉണ്ടാകാൻ ഇടയില്ല. അത്ര കടുക്കില്ല സംഭവം. ഇപ്പൊ എസ് കെ നോക്കൂ, എസ് കെ ഇവിടെ 140 ഇപ്പൊ നമ്മുടെ ഇവിടെ ജനസംഖ്യ വെച്ചിട്ട് 140 MLA വെച്ചിട്ട് ആകെ 21 മന്ത്രിമാർക്കാണ് സ്കോപ്പുള്ളൂ. അതിനകത്ത് കോൺഗ്രസിന് മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിസഭ പുറത്ത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് തന്നെ 63 ഘടാഘടിയന്മാരെ കിടിലങ്ങൾ നിൽപ്പുണ്ട്. ഓരോരുത്തരും ഇപ്പം ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ ബാക്കി എല്ലാ അതേ പ്രശ്നമാണ്. എല്ലാ ഇപ്പോ ഓരോ കാറ്റഗറി ഇപ്പൊ ഇനി സമുദായം, ജെൻഡർ, ഈ പറഞ്ഞ ബാക്കി എന്ത് കാറ്റഗറി എടുത്ത് നോക്കിയാൽ അതിനൊക്കെ പറ്റി ഏറ്റവും ചുരുങ്ങിയ 10 പേരുണ്ട്. അതിനെടുക്കാൻ അതിന്റെ പിന്നാലെ ഈ പറഞ്ഞ KC വേണുഗോപാൽ ഗ്രൂപ്പ് പറയുന്ന അത്രയും ആളുകൾ, രമേശ് ചെന്നിത്തല പറയുന്ന അത്രയും ആളുകൾ എല്ലാം കൂടി ചേർന്ന് ഈ പറഞ്ഞ 11 പേരെ വേണം കോൺഗ്രസ് ഒതുക്കാൻ. ഉറപ്പായും ഇച്ഛാഭംഗങ്ങൾ, മോഹഭംഗങ്ങൾ ഉറപ്പായും ഉണ്ടാകും. അത് പുറത്തേക്ക് പൊട്ടിത്തെറി എത്രത്തോളം വരാതിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ കഴിവ്. ഇനി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് നേരത്തെ ഗോവിചേട്ടൻ പറഞ്ഞ പോലെ അവർ 2 സീറ്റ് കോൺഗ്രസിനോട് മാറ്റിക്കൊടുത്താണ്. എനിക്ക് റോഷി അഗസ്റ്റിന്റെ കാര്യത്തിൽ മാത്രം ഒരുപക്ഷെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തിയതുകൊണ്ട് ഒരാൾ ബെനിഫിറ്റ് UDF കിട്ടി എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നിർണായകമായ സമയത്ത് ആരും സീറ്റ് വിട്ടുകൊടുക്കാത്ത സമയത്ത് 2 സീറ്റ് വിട്ടുകൊടുത്തവരാണ്. അവരും 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നു. പക്ഷേ ഒരു മന്ത്രിസ്ഥാനവും ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവി സ്ഥാനം കൊടുക്കാമെന്ന് പറയുന്നു. അതിനോട് ജോസഫ് സാർ എങ്ങനെ അനുനയിക്കുമെന്ന് അറിയില്ല. എനിക്കൊന്ന് UDF പ്രതീക്ഷ 2 സീറ്റ് വിട്ടുകൊടുത്ത പോലെ ഇക്കാര്യത്തിലും അവർ അനുനയത്തിൽ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലീഗിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവർ ഞങ്ങൾ കഴിഞ്ഞ തവണ 5 മന്ത്രിമാരുണ്ട്. ഇക്കുറി 5 മന്ത്രിമാർ ഒറ്റ മന്ത്രി കുറയ്ക്കുക എന്ന അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. ഞങ്ങൾക്ക് 5 മന്ത്രിമാർ തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം AK അഷ്റഫ് എന്ന് പറയുന്നത് കാസർഗോഡ് അവിടെ പോരാടി ഇപ്പം മലപ്പുറത്ത് KM ഷാജി ജയിച്ചതുപോലെയോ അല്ലെ പി കെ കുഞ്ഞാലിക്കുട്ടി ജയിച്ച പോലെയുള്ള ജയമല്ല AK അഷ്റഫിന്റെ അടക്കമുള്ള ജയം. കാസർഗോഡ് ജയിക്കുന്നത് വലിയ പോരാട്ടം നടത്തി വലിയ പോരാടി ജയിക്കുന്ന ജയമാണ്. മാത്രമല്ല AK അഷ്റഫിനെ ഞാൻ അന്ന് ഷിരൂര് നമ്മുടെ കാണാതായ സമയത്തൊക്കെ ഷിരൂരൊക്കെ അവിടെ ഒന്ന് കഷ്ടപ്പെടുന്ന ഒരു MLA നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ ഒരു മന്ത്രിസഭാ ബർത്ത് കൊടുത്താൽ, ഒരു മന്ത്രി ബർത്ത് കൊടുത്താൽ അദ്ദേഹം നിരാശപ്പെടുത്തില്ല എന്നെ വ്യക്തിപരമായി കൊടുത്ത ബോധ്യമാണ്.